പേര് മാറിപ്പോകരുത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. പണം വാങ്ങി പുനർജനിയിൽ വീട് വെച്ചു കൊടുത്തവൻ സതീശൻ. പണം വാങ്ങി ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെച്ചു കൊടുക്കാതെ ആളുകളെ പറ്റിച്ചവൻ പിണറായി വിജയൻ. മാറിപ്പോകരുത്. അതായത് ഒരു നാട് മുഴുവൻ പ്രളയത്തിൽ മുങ്ങിയത് നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. അതിൽ ആലുവ, പറവൂർ, കളമശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം വീടുകളും വെള്ളത്തിനടിയിൽ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാസങ്ങളോളം അങ്ങനെ കിടന്ന വീട് വെള്ളം വറ്റിയപ്പോൾ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ പൂർവ്വസ്ഥിതിയിൽ ആ വീട് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. പല പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയുമാണ്. അങ്ങനെ വരുമ്പോൾ ആ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തല ചായ്ക്കാൻ ഒരു വീടായിരുന്നു. മാസങ്ങളോളം സ്കൂളുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് പലരും കിടന്നിരുന്നത്. മാറാരോഗങ്ങൾ പിടിപെട്ടവർ, പ്രായമായവർ പലരും അവിടെ നിന്ന് തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൃദയമുള്ള ഒരു ജനപ്രതിനിധി ആദ്യം നോക്കുന്നത് എന്താണെന്നറിയാമല്ലോ, ഒരു വീട് നിർമ്മിച്ച് നൽകാനുള്ള പദ്ധതിയായിരിക്കും. അതുമാത്രമാണെന്ന് പറവൂർ MLA ആയിരുന്ന VD സതീശനും ചെയ്തത്. അതിനൊരു പേര് അദ്ദേഹം നൽകി, പുനർജനി. MLAയുടെ സുഹൃത്തുക്കളുടെയും പ്രവാസികളുടെയും ചില കമ്പനികളുടെയും എന്നുവേണ്ട സഹായം നൽകുന്ന എല്ലാവരുടെയും പിന്തുണ തേടിക്കൊണ്ട് നൂറുകണക്കിന് വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകി. എന്നാൽ വികസന വിരോധികളായ, മനുഷ്യത്വം രക്തത്തിൽ പോലുമില്ലാതിരുന്ന ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരെയും പരാതി നൽകി. പറവൂരിൽ പ്രളയത്തിൽ വീട് തകർന്ന 280 പേർക്ക് ഇതിനകം ആ പുനർജനി പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകി. ഇതിൽ 37 വീടുകൾ വിദേശ മലയാളികളുടെ സ്പോൺസർഷിപ്പ് മുഖേന നിർമ്മിച്ചതാണ്. ദുബായിലും UK-യിലും നടത്തിയ സന്ദർശനത്തിൽ ഈ പദ്ധതിക്കായി സതീശൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. വിദേശത്ത് പണപ്പിരിവ് നടത്തിയെന്നും ഇതിൽ ക്രമക്കേടുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് ചാലക്കുടിയിലെ കാതികൂടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വിജിലൻസ് ഡയറക്ടർക്കുൾപ്പെടെ അങ്ങനെ പരാതിയും നൽകി. പരാതിയിൽ കഴമ്പില്ല എന്ന്, അന്വേഷിക്കേണ്ടതില്ല എന്നുമുള്ള നിലപാടാണ് ആദ്യഘട്ടത്തിൽ തന്നെ അന്നത്തെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത്. എന്നാൽ സതീശനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുട്ടി സഖാക്കളും രംഗത്തെത്തിയതോടെ പിണറായിയുടെ വിജിലൻസ് തന്നെ അത് അന്വേഷിച്ചു. വർഷങ്ങളായി വിജിലൻസ് അന്വേഷിക്കുന്ന കേസിൽ ഒരു ചുക്കും ഇതുവരെ കണ്ടെത്താനായില്ല. അങ്ങനെ അവസാനം ഇപ്പോഴിതാ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് VD സതീശന്. അതായത് പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി സതീശന് യാതൊരു പങ്കുമില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. സതീശനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പറയുന്നത് UDF സർക്കാരിലെ മന്ത്രിയാണെങ്കിലും ഇത് അന്വേഷിച്ചതും തെളിവില്ല എന്ന് കണ്ടെത്തിയതും മുഴുവൻ പിണറായിയുടെ വിജിലൻസാണ്. പക്ഷേ സതീശൻ നല്ലവൻ എന്ന് പറയാനുള്ള ഒരു മടി കാരണം അതവിടെ പൂഴ്ത്തിവെക്കുകയായിരുന്നു. അതായത് വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ മറ്റുള്ളവർ സഹായിക്കുമ്പോൾ ആ പണം സതീശൻ തൊടാറില്ല എന്നാണ് കണ്ടെത്തിയത്. പകരം പുനർജനി പദ്ധതിക്കുള്ള ഫണ്ട് എറണാകുളം ആസ്ഥാനമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എത്തിയത് എന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത്. അതിൽ തിരിച്ചും മറിച്ചും നോക്കിയിട്ടും സതീശന് പങ്കുണ്ടെന്ന് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിൻ്റെ 7A വകുപ്പിൽ പറയുന്ന കുറ്റങ്ങളൊന്നും സതീശൻ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ വേണ്ട എന്നുമാണ് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കേസ് CBIക്ക് വിടാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചത് അത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. VD സതീശൻ നേരിട്ട് 1 രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ല എന്നിരിക്കെ ഇത് ഭരണം മാറിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതല്ല. ഫയലുകൾ വിശദമായി പഠിച്ച ശേഷം വിജിലൻസ് ഡയറക്ടർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ അവസാനിപ്പിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ചുരുക്കം പറഞ്ഞാൽ പാവങ്ങൾക്ക് വീട് കെട്ടിക്കൊടുത്ത നേതാവ് ഇവിടെ വിജയിക്കുകയും വീട് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ലൈഫ് മിഷനിൽ ദുബായ് കമ്പനിയോട് പണം വാങ്ങി പറ്റിച്ച നേതാവ് കുടുങ്ങുകയും ചെയ്യുന്നു എന്ന വാർത്ത വന്ന ദിവസം കൂടിയാണ് ഇന്ന്.